Hello, my dear students. Welcome to Eagle Learning. This is me, Aslam. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോഡൽ എക്സാമിന് നിങ്ങളെ വലച്ചൊരു ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളോട് ലൈവിൽ പറഞ്ഞിരുന്നു ഞാൻ ആ ചോദ്യം ചെയ്യുമെന്ന്. ആ ചോദ്യത്തിൻ്റെ വീഡിയോ ആണ് മക്കളെ ഇത്. നിങ്ങൾ സെറ്റാക്കി അടിപൊളിയായിട്ട് പഠിച്ചോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് 1.5 meter tall സ്റ്റാൻഡിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 8.5 meters high sees the top of a tower at an elevation of 40 degree and the bottom of the tower at a depression of 50 degree. A question, draw a rough figure. പിന്നെ അതുപോലെ how far is the building from the tower, പിന്നെന്താണ് find the height of the tower. ഈ മൂന്ന് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് എന്താക്കണം, ഒരു ഫിഗർ വരയ്ക്കണം, റഫ് ഫിഗർ വരയ്ക്കണം. റഫ് ഫിഗർ വരയ്ക്കാൻ ഈ തന്ന ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നു. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. അപ്പോൾ ഞാൻ എന്താക്കാൻ പോകുന്നത്, ആദ്യം ബിൽഡിംഗ് വരയ്ക്കുകയാണ്. ബിൽഡിംഗ് നമുക്ക് എന്താക്കാം, മഞ്ഞ കളറിൽ വരയ്ക്കാം. മഞ്ഞ കളറിൽ ഇതാണ് ബിൽഡിംഗ്. സോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8.5 meters ആണ്. ഞാൻ 8.5 കൊടുത്തു. ഇനി കുട്ടി എന്ന് പറയുന്ന ഒരു ബോയ് നിൽക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ. ആ കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്, 1.5 meter ആണ്. നേരെ 1.5 meter നമുക്ക് എന്താക്കാം, വേറൊരു കളർ എടുക്കാം, പച്ച കളർ എടുക്കാം. ഇതാണ് കുട്ടി. കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ്, 1.5 meter ആണ്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സപ്പോസ് എന്താ ഉള്ളത്, നമ്മുടെ ടവർ എന്ന് പറയുന്ന ആളുള്ളത്. ടവർ ഞാൻ എന്താക്കുന്നു, ഇതേപോലെ വരയ്ക്കുന്നു. ടവർ ഞാൻ വേറൊരു കളർ വരയ്ക്കാം. ടവർ ഇതാ ഇങ്ങനെയാണ് ടവർ എടുക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടവർ ഉണ്ട്. ഈ ടവറിലേക്ക് നമ്മുടെ ഈ കുട്ടി എന്താക്കുന്നു, നേരെയുള്ള വ്യൂ ഉണ്ടാവും, അതുപോലെ മുകളിലോട്ട് ഉയർത്തിയ വ്യൂ ഉണ്ടാവും, ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണ്, അതുപോലെ തന്നെ താഴ്ത്തിയ ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോണും ഉണ്ടാവും. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വരയ്ക്കണം. ഈ കുട്ടി നേരെ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രെയിറ്റ് വ്യൂ കുട്ടിൻ്റെ, അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിനെ ഈ കുട്ടി എന്താക്കുന്നു, നേരെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു ആംഗിൾ ഉണ്ടായി. ആ ആംഗിൾ കൃത്യമായിട്ട് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് ഇതാ ഈ കാണുന്ന 40 ഡിഗ്രിയാണ് കുട്ടി മുകളിലോട്ട് നോക്കി വന്നത്. സോ ഈ ആംഗിൾ എന്ത് വന്നു, 40 ഡിഗ്രി എന്ന് വന്നു. ഇനി കുട്ടി താഴോട്ട് നോക്കിയപ്പോൾ ഇതേപോലെ ഈ കുട്ടി എവിടേക്കാണ് നോക്കിയത്, താഴോട്ട്. ആരുടെ താഴോട്ട്, നമ്മുടെ ടവറിൻ്റെ താഴോട്ടാണ് നോക്കിയത്. ഈ ടവറിൻ്റെ താഴോട്ട് നോക്കിയപ്പോൾ കുട്ടി കണ്ട കോണെന്ന് പറഞ്ഞാൽ, ആംഗിൾ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ റഫ് ഫിഗർ എന്ന് പറഞ്ഞാൽ. സോ എ ഭാഗമായി കഴിഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് ഈ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കും ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും വരുന്നുണ്ട്, ഒരുപാട് ചെയ്യാണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല മക്കളെ, നമുക്ക് തന്ന ഈ ക്ലൂവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താ ക്ലൂ, ഈ tan 40 അതുപോലെ tan 50 മാത്രമാണ് തന്നത്. സോ tan മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്താക്കാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസറായി മാറാൻ പോവുകയാണ്. സോ എ ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ഹൗ ഫാർ ഈസ് ദ ബിൽഡിംഗ് ഫ്രം ദ ടവർ. അതായത് ബിൽഡിങ്ങിന്റെയും ടവറിന്റെയും ഡിസ്റ്റൻസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ മക്കളെ ഞാൻ എന്താക്കുന്നു, ഈ ആൾക്കാർക്ക് ഒരു പേര് കൊടുക്കുന്നു. ഓരോ പോയിന്റിലും ഓരോ പേര്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഓക്കെ, പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സി മുതൽ ബി വരെ അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന ഈ ലെങ്ത് എത്രയാണ്, 10 meter ആണ്. എങ്ങനെ കിട്ടി, ഇത് 1.5 ആണ്, ഇത് 8.5 ആണ്. 8.5 + 1.5 എന്തായിട്ട് മാറും, 10 ആയിട്ട് മാറും. സോ 10 meter ആണ് ഈ കാണുന്ന ഇത്രയും ലെങ്ത്. ക്ലിയർ ആണല്ലോ, ഇത് അവിടെ കിടന്നോട്ടെ. ഇനി ഞാനൊരു കാര്യം കൂടി പറയുകയാണ്, ഈ കാണുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ, ഇത് 50 ഡിഗ്രിയാണ്, ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഈ ആംഗിൾ എത്രയായിട്ട് മാറും, 40 ഡിഗ്രി ആയിട്ട് മാറും. 40 ഡിഗ്രി. ക്ലിയർ ആണല്ലോ, 40 ഡിഗ്രി എന്ന് കിട്ടി കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, ഈ ലെങ്ത് അല്ലേ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ലെങ്ത് ആണ്. അപ്പോൾ tan 40 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, tan എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് വരിക, അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശമാണ് വരിക. നമ്മളത് കണ്ടുപിടിക്കാൻ tan 40 എടുത്താൽ മക്കൾ വേഗം ആലോചിച്ച് നോക്കിക്കേ. tan 40 is equal to tan 40യുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്, എ ബി ആണ്. സോ എ ബി ബൈ, ഇനി tan 40യുടെ അഡ്ജസൻറ്റ് സൈഡ് ആരാ, എ ഡി ആണ്. സോ എ ബി ബൈ എ ഡി ആയിട്ട് മാറുന്നു. കണ്ടുപിടിക്കേണ്ട ആൾ എ ബി ആണ്. സോ എ ഡിയെ പിടിച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറുന്നു മക്കളെ, എ ഡി ഇൻറ്റു tan 40. എ ഡിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാ, എ ഡി 10 ആണ് വരുന്നത്. ഇത്രയും ലെങ്ത് ആണ് എ ഡി എന്ന് പറയുന്ന ആൾ. സോ 10 കിട്ടുന്നു. 10 ഇൻറ്റു tan 40 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എത്രയാണ്, 0.84 ആണ്. 0.84 കൊടുക്കുന്നു. 0.84 വിച്ച് ഇസ് ഈക്വൽ ടു 8.5 meter എന്ന് നമുക്ക് ആൻസർ കിട്ടി. ബി ക്വസ്റ്റ്യൻ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ സി ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. സി ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്,
ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഈ ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന ഇത്രയും ലെങ്ത് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ബി മുതൽ ഈ വരെയുള്ള ഈ ലെങ്ത് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതിൽ BC നമുക്കറിയാം 10 മീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ CE മാത്രമാണ്. ഈ ചെറിയ ലെങ്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഒരു 40 ഉണ്ട്. ഈ tan 40 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ CE എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. കാരണം എന്താ? ഈ കാണുന്ന CD എന്ന് പറയുന്ന ലെങ്ത്തും AB എന്ന് പറയുന്ന ലെങ്ത്തും സെയിം ആണ്. ABയുടെ വാല്യൂ നമ്മൾ 8.4 മീറ്റർ എന്ന് കണ്ടുപിടിച്ചു. AB is equal to 8.4 മീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന CD എന്തായിട്ട് മാറും മക്കളെ? 8.4 മീറ്റർ ആയിട്ട് മാറും. സോ നമ്മൾ എന്താക്കുന്നു? ഈ EC കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ CE കണ്ടുപിടിക്കാൻ ഈ കാണുന്ന tan 40 ഏത് ട്രയാങ്കിളിൽ? ട്രയാങ്കിൾ CDE എന്ന് പറയുന്ന അല്ലെങ്കിൽ DCE എന്ന് പറയുന്ന ട്രയാങ്കിളിൽ tan 40 അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ ഏതാണ്? CDE ആണ്. CDE. അതിൽ ഞാൻ എന്താക്കുന്നു? tan 40 അപ്ലൈ ചെയ്താൽ CDE അല്ല, നമുക്ക് എന്താക്കാം? DCE എന്ന് കൊടുക്കാം. DCE അതാണ് കുറച്ചും കൂടി നല്ലത്. DCES അതാണ് കുറച്ചുകൂടി നല്ല പേര്. DCE കാരണം റൈറ്റ് ആംഗിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ ഞാൻ എന്താക്കാൻ? സെൻട്രൽ കൊടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എടാ tan 40 is equal to എന്ത് വന്നടാ? ഈ കാണുന്ന ഈ 40ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയാണ്? CE എന്ന് പറയുന്ന സൈഡാണ്. സോ CE എന്ന് കൊടുക്കുന്നു. ബൈ അഡ്ജസൻ സൈഡ് സമീപവശം ആരാണ്? ഈ CD എന്ന് പറയുന്ന ആളാണ്. അത് ഞാൻ നേരെ കൊടുക്കുന്നു CD. അപ്പോൾ CE is equal to എന്തായിട്ട് മാറി? CD into tan 40 which is equal to CDയുടെ ലെങ്ത് 8.4 മീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ CEയുടെ ലെങ്ത് എത്രയാടാ? tan 40യുടെ വാല്യൂ എത്രയാണ്? 0.84 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് തന്നിട്ടുണ്ട്. നേരെ അത് കൊടുക്കുന്നു. സോ 8.4 into 0.84 ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 7.056 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത ആൾക്കാർ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ചെയ്ത് നോക്കി പഠിക്കുക. എന്ത് ചെയ്യുക? 84 into 84 ചെയ്യുക. ഇവിടെ 3 എന്നിട്ട് കിട്ടുന്ന വാല്യൂവിൽ 3 സ്ഥാനം ബാക്കിൽ നിന്ന് 3 നമ്പേഴ്സ് കഴിഞ്ഞ് ഡെസിമൽ കൊടുത്താൽ മതി. കാരണം എന്താ? ഇവിടെ ഒരു ഡെസിമൽ, ഇവിടെ 2 ഡെസിമൽ ഉണ്ട്. സോ 3 നമ്പേഴ്സ് എന്താക്കുന്നു? മാറിയിട്ട് ഡെസിമൽ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 7.056 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സിയുടെ വാല്യൂ എന്ത് കിട്ടി? 7.056 എന്ന് കിട്ടി. നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് എന്താണ്? ഈ കാണുന്ന മൊത്തം ഹൈറ്റാണ് BE എന്ന് പറയുന്ന ഹൈറ്റ്. സോ BE is equal to എന്ത് വന്നു മക്കളെ? BC plus CE. BC plus CE ആണ് വരിക. ഈക്വൽ ടു മക്കളെ BC plus CE ആണ്. BC എന്ന് പറഞ്ഞാൽ 10 ആണ്. അതുപോലെ CE എന്ന് പറഞ്ഞാൽ 7.056 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. വിച്ച് ഇസ് ഈക്വൽ ടു 17.056 ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റഫ് ഫിഗർ വരച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. നമ്മൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പേടിച്ച് നിൽക്കരുത്. എന്താണ് തന്നത് അത് വെച്ച് എഴുതാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുമ്പിലേക്ക് ആൻസർ ഒരു മക്കളെ എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇതിനേക്കാൾ സെറ്റായിട്ട് ലൈവുകളൊക്കെ നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം മക്കളെ. See you.